ഇപ്പോൾ റോഷി, സഭ പ്രക്ഷുബ്ധമാണ്. ഭരണപക്ഷത്തെ എംഎൽഎമാരും പ്രതിപക്ഷത്തെ എംഎൽഎമാരും ഇപ്പോഴും സഭയിൽ തന്നെ തുടരുകയാണ്. അരുൺകുമാർ, ഇപ്പോൾ ഭരണപക്ഷ പ്രതിപക്ഷ എംഎൽഎമാർ സഭയ്ക്കകത്ത് തുടരുന്നുണ്ട്. സഭാ നടപടികൾ തടസ്സപ്പെട്ടുവെന്ന് മാത്രം. നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ ആ ബഹളത്തിനിടയിൽ ഈ ഡയസിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ 3 എംഎൽഎമാരാണ് ഈ ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചത്. അത് സനീഷ് കുമാർ ജോസഫ് ഉണ്ട്, അതിന് ഒപ്പം തന്നെ അൻവർ സാദത്ത്, ടി വി ഇബ്രാഹിം, അങ്ങനെയുള്ള 3 എംഎൽഎമാരാണ് ഡയസിലേക്ക് ചാടിക്കയറാനുള്ള ശ്രമം നടത്തിയത്. അവരെ അപ്പോൾ തന്നെ വാച്ചൻ വാർഡർമാർ പ്രതിരോധിച്ച് പുറത്തേക്ക് മാറ്റിയിരുന്നു. കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങണ്ട എന്ന് കരുതിയാകാം ഒരുപക്ഷെ സ്പീക്കർ എൻ ഷംസീർ നേരെ ചേംബറിലേക്ക് മടങ്ങിയത്. ഒന്നും പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനെ സഭ തൽക്കാലത്തേക്ക് പിരിയുന്നു എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല. തൊട്ടു പിന്നാലെ തന്നെ സ്പീക്കർ മടങ്ങുകയായിരുന്നു. ഏറെ വൈകാതെ സഭ പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷങ്ങൾ അവരുടെ പ്രതിപക്ഷ നേതാവിന്റെ അരികിൽ വട്ടം കൂടിയിരുന്നവർ അടുത്ത അവരുടെ പ്ലാൻ എന്താണ്, ഇനി സഭാ നടപടികൾ പുനരാരംഭിച്ചാൽ സഭയ്ക്കകത്ത് സ്വീകരിക്കേണ്ട നിലപാട് എന്ന് ആലോചിക്കുകയാണ്. കാരണം ഏതാണ്ട് ചോദ്യോത്തരവേള അല്പസമയത്തിനകം അതിന്റെ സമയം അവസാനിക്കും. ഇനി സ്പീക്കർ തിരിച്ചെത്തിയാൽ ചോദ്യോത്തരവേളയിൽ മന്ത്രിമാരുടെ മറുപടി ടേബിൾ ചെയ്യാനുള്ള നിർദ്ദേശമാകും, മേശപ്പുറത്ത് വെക്കാനുള്ള നിർദ്ദേശമാകും നൽകുക. അങ്ങനെയെങ്കിൽ ശൂന്യവേളയില്ല. ഇന്ന് ശൂന്യവേളയ്ക്ക് പകരം അവിടെ ശ്രദ്ധ ക്ഷണിക്കലാണ്. ശ്രദ്ധ ക്ഷണിക്കൽ കഴിഞ്ഞാൽ സബ്മിഷനിലേക്ക് കടക്കും. അങ്ങനെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ നിയമസഭയ്ക്ക് കഴിയുമോ എന്നത് പ്രധാനമാണ്. നേരെ മറിച്ച് ഇനി വീണ്ടും സഭ പുനരാരംഭിക്കുമ്പോൾ സമാനമായി നടുത്തളത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നാൽ സ്വാഭാവികമായും സുഗമമായി സഭ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇന്നത്തേക്ക് സഭ പിരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നതും. സഭ സ്തംഭിപ്പിക്കുക. സ്വർണ്ണക്കൊള്ളയിൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ സംഘത്തെ സർക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വാധീനിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷങ്ങൾ ഇന്ന് സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ വേണ്ടി സഭാ നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഇന്ന് നേരെ നടുത്തളത്തിൽ പ്രതിഷേധത്തിന് തയ്യാറെടുത്തത്. ഏതായാലും പ്രതിഷേധം ഒരു പരിധി കടന്നതോടുകൂടിയാണ് ഇങ്ങനെ സഭാ നടപടികൾ തടസ്സപ്പെട്ടത്. ഇപ്പോഴും സഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവിന്റെ അരികിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷങ്ങൾ അവർ വരും മണിക്കൂറുകളിൽ സഭയ്ക്കകത്ത് സ്വീകരിക്കേണ്ട നിലപാട് എന്താണെന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നു. മറുഭാഗത്ത് ഭരണപക്ഷ അംഗങ്ങളുണ്ട്. അവരെല്ലാവരും ഇരിപ്പിടത്തിൽ തന്നെയാണ്. നേരത്തെ ഭരണപക്ഷങ്ങൾ പ്രതിപക്ഷം ഡയസിന് സമീപത്ത് പ്രതിഷേധം നടത്തുമ്പോൾ അവർ നേരെ ട്രഷറി ബെഞ്ചിന് സമീപം മന്ത്രിമാരുടെ തൊട്ടുപിറകിലായി ഇരുവശത്തുമായൊക്കെ നിന്നുകൊണ്ട് പ്രതിപക്ഷത്തിനെതിരെയുള്ള കടുത്ത മുദ്രാവാക്യം വിളിച്ച് അവിടെ തുടരുകയായിരുന്നു. സ്പീക്കർ ആ ഘട്ടത്തിലൊക്കെ പലപ്പോഴായി നിർദ്ദേശം നൽകുന്നുണ്ടായിരുന്നു. ഈ ബാനർ അത് എടുത്തു മാറ്റണം, അല്ലെങ്കിൽ ബാനർ എടുത്തു മാറ്റിയില്ലെങ്കിൽ പിടിച്ചു മാറ്റുമെന്ന മുന്നറിയിപ്പ്. പക്ഷേ മുന്നറിയിപ്പൊക്കെ അവഗണിച്ചവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇത് സ്വർണ്ണക്കൊള്ളയിൽ ഇനി പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് മാറ്റാനുള്ള തീരുമാനം പ്രതിപക്ഷം എടുത്തു കഴിഞ്ഞു. അതിന്റെ ഒരു ഉദാഹരണമായി ഇന്നത്തെ പ്രതിഷേധത്തെ നമ്മൾ കാണേണ്ടി വരും. കാരണം ഈ സെഷൻ ഇതിന്റെ അടുത്ത ഇടവേള വരുന്നത് വ്യാഴാഴ്ച. ഇനി വെള്ളിയാഴ്ച മുതൽ പിന്നീട് ഇടവേളയാണ് സഭ. ആ ഇടവേളക്ക് മുമ്പ് തന്നെ സഭയ്ക്കകത്ത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട, കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ വജ്രായുധമാണ് അത്, സർക്കാരിനെതിരെയുള്ള LDFനെതിരെയുള്ള ആയുധമാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള. ആ വിഷയം അത് കൃത്യമായി ഈ നിയമസഭാ സമ്മേളനം അവസാനിക്കുന്നതുവരെ അത് ചർച്ചയാക്കി സഭയ്ക്കകത്ത് നിർത്തണം. അതുകൊണ്ടാണ് അത് റിലേ പോലെ MLAമാർ അനിശ്ചിതകാല സത്യാഗ്രഹം സഭയ്ക്കകത്ത് സഭാമന്ദിരത്തിൽ കവാടത്തിൽ നടത്തുന്നതും. ഇനി സഭാ നടപടികൾ ഏറെ വൈകാതെ തുടങ്ങാൻ സാധ്യതയുണ്ട്. ശൂന്യവേളയ്ക്ക് മുമ്പ് തന്നെ, ആ സമയം 10 മണിക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ സ്പീക്കർ സഭയ്ക്കകത്തേക്ക് വന്ന് ഈ മന്ത്രിമാർക്ക് ഇനി മറുപടി നൽകാനുള്ള മന്ത്രിമാർ അവരോട് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അത് മേശപ്പുറത്ത് വെക്കാൻ നിർദ്ദേശം നൽകും. നേരത്തെ തന്നെ മന്ത്രി വി ശിവൻകുട്ടി പ്രതിപക്ഷത്തിന് നേരെ ഉയർത്തിയ വിമർശനങ്ങൾ അതൊക്കെ പ്രതിപക്ഷത്തെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിനുള്ള ഉത്തരം പറയുമ്പോഴാണ് പ്രതിപക്ഷം കടുത്ത പ്രതിഷേധം തുടരുന്നത്. അപ്പോൾ പ്രസംഗം തടസ്സപ്പെട്ടതോടെയാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്, ആദ്യം സ്പീക്കർ മുൻകൈയെടുത്ത് പ്രതിപക്ഷങ്ങളെ ഭരണഘടന പഠിപ്പിക്കണം, ഭരണഘടനയിലെ അവകാശങ്ങൾ പഠിപ്പിക്കണമെന്നത്. അങ്ങനെ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിപക്ഷങ്ങളായ ഈ അൻവർ സാദത്തും ഒപ്പം സനീഷ് ജോസഫും ടി വി ഇബ്രാഹിം അടക്കമുള്ളവർ നേരെ ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചത്. അപ്പോൾ അവിടെ വാച്ചൻ വാർഡർമാർ അവരെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചു. തൊട്ടുപിന്നാലെ തന്നെ സ്പീക്കർ ഇടപെടലിൽ നിന്നും എഴുന്നേറ്റ് നേരെ ചേംബറിലേക്ക് മടങ്ങുകയും ചെയ്തു. ഏതായാലും സ്പീക്കർ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. സഭയിൽ ഇപ്പോൾ സമാധാനത്തോടെയുള്ള അന്തരീക്ഷമാണുള്ളത്. കാര്യങ്ങൾ തൽക്കാലത്തേക്ക് ഒരു സംഘർഷാവസ്ഥ സഭാ നടപടികൾ പുനരാരംഭിച്ചു കഴിഞ്ഞാൽ ഭരണപക്ഷത്തുള്ള MLAമാരും പ്രതിപക്ഷത്തുള്ള MLAമാരും എല്ലാവരും ഉണ്ട്. ആരും സഭ വിട്ടുപോയിട്ടില്ല അല്ലേ? അരുൺകുമാർ, എല്ലാവരും ഇപ്പോൾ സഭയ്ക്കകത്ത് തുടരുന്നുണ്ട്. സഭയ്ക്കകത്ത് എല്ലാവരും തുടർന്നുകൊണ്ട് അവർ സ്പീക്കർ
തിരിച്ചെത്തുന്നതിനെ കുറിച്ച് സ്പീക്കർ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ സ്പീക്കർ തിരിച്ചെത്തിയാൽ വീണ്ടും സഭ പുനരാരംഭിച്ചാൽ വീണ്ടും നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കാനുള്ള തയ്യാറെടുപ്പാണെന്ന് സൂചന. കാരണം പ്രതിപക്ഷാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് അവർ സംസാരിക്കുന്നത്. അപ്പുറത്ത് ഭരണപക്ഷാംഗങ്ങളും അവർ പരസ്പരം കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്. പ്രതിപക്ഷം ഇനി ഏത് തരത്തിലുള്ള പ്രതിഷേധത്തിലേക്കാണ് കടക്കുക എന്ന് വ്യക്തമല്ല. ഏതായാലും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സഭാ നടപടികൾ സഭയിൽ നടപടികളുമായി സഹകരിക്കേണ്ടെന്ന് തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായും സഭാ നടപടികൾ സ്തംഭിപ്പിക്കുക എന്ന തരത്തിലേക്കാണ് ആ പ്രതിഷേധം മാറ്റുന്നത്. അതുകൊണ്ടാണ് ഡയസിലേക്ക് കയറി സ്പീക്കറെ തടസ്സപ്പെടുത്താനുള്ള ശ്രമത്തിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ എത്തിയതും അത് സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഇപ്പോൾ ആ ഇടവേളയിൽ ഏറെ വൈകാതെ തന്നെ സ്പീക്കർ എൻ ഷംസീർ തിരിച്ച് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഈ സഭാ നടപടികൾ പുനരാരംഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും സഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ വീണ്ടും നടുത്തളത്തിൽ പ്രതിഷേധിച്ച് നേരത്തെ തുറന്ന ഡയസിന് മുന്നിൽ പ്ലക്കാർഡും ഫ്ലക്സ് ബാനറും ഉയർത്തിയുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കും. സഭാ നടപടികൾ സ്തംഭിപ്പിക്കുന്നവരെ അല്ലെങ്കിൽ പിന്നീട് പ്രതിപക്ഷത്തിന് മുന്നിലുള്ള ഒരു വഴി സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോവുക എന്നതാണ്. അതിനപ്പുറത്തേക്ക് സഭാ നടപടികൾ സ്തംഭിപ്പിക്കാനുള്ള നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അതിന്റെ സൂചനയായി നേരത്തെ ഡയസ്